ഫെർട്ടിലൈസേഷൻ ബിഗിനിങ് എ ന്യൂ ഓർഗാനിസം. നമ്മൾ ചെറിയ ക്ലാസ്സസ് തൊട്ട് കേൾക്കുന്നതാണ് വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ. രണ്ട് പാരൻസിൽ നിന്ന് വരുന്ന രണ്ട് ഗമേറ്റ്സ്, മെയിൽ ഗമേറ്റായ സ്പേംസും ഫീമെയിൽ ഗമേറ്റായ എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്ത് അവരുടെ രണ്ട് ജീൻസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻലി രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, സെറ്റ്സ്, രണ്ട് പാരൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻസിൽ നിന്ന് വരുന്ന രണ്ട് ജീൻസിൻ്റെ കമ്പൈനിങ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഈ കമ്പൈൻ ചെയ്ത ജീൻസിൽ നിന്ന് ഒരു സൈഗോട്ട് ഫോം ചെയ്ത് അവിടെ നിന്നൊരു ന്യൂ ഓർഗാനിസം ജനറേറ്റ് ചെയ്യാം. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ? രണ്ട് ഫങ്ഷനാണുള്ളത്. ഒന്ന്, ഈ പാരൻസിൽ നിന്ന് അവരുടെ ജീൻസ് ഓഫ്സ്പ്രിങ്ങിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് എന്ന് പറയുന്നത്, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എഗ് സൈറ്റോപ്ലാസത്തിൽ കുറേ റിയാക്ഷൻസ് നടക്കണം. ഈ റിയാക്ഷൻസ് നടന്നാൽ മാത്രമേ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ജീൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുക, സെക്കൻഡ് എഗ് സൈറ്റോപ്ലാസത്തിലുള്ള റിയാക്ഷൻസിനെ ഇനിഷ്യേറ്റ് ചെയ്യുക. സ്പേംസിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ, ജേം സെല്ല് മെച്ചുറായിട്ടാണൊരു സ്പേം ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. സ്പേമിനാണെങ്കിലും എഗ്ഗിനാണെങ്കിലും ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഒറിജിനൽ ക്രോമോസോം, ആ ഒരു സെറ്റ് ഡിപ്ലോയിഡ് കണ്ടീഷൻ റീസ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂക്ലിയസ് സ്ട്രീം ലൈൻഡ് ആവും, കുറച്ചും കൂടി കംപ്രസ്ഡ് ആയിരിക്കും. പിന്നെ ഗോൾഗി അപ്പാറ്റസ് ഉണ്ട്. ഈ ഗോൾഗി അപ്പാറ്റസ് ആണ് എക്രോസോം വെസിക്കിളായിട്ട് ഫോം ചെയ്യുന്നത്. ഇതും കൂടാതെ അവിടെ ആക്റ്റിൻ പ്രോട്ടീൻസ് ഉണ്ട്. ആക്റ്റിൻ പ്രോട്ടീൻസിൻ്റെ റോള് ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ മനസ്സിലാവും. ഒരു എക്രോസോം എക്സ്റ്റൻഷൻ, എക്രോസോം പ്രോസസ്സ് ഫോം ചെയ്യാനാണ് ആക്റ്റിൻ പ്രോട്ടീൻസ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ ന്യൂക്ലിയസും ഗോൾഗി അപ്പാറ്റസും കൂടിയിട്ടാണ് സ്പേമിൻ്റെ ഒരു ഹെഡ് ഫോം ചെയ്യുന്നത്. ദെൻ മൈറ്റോകോൺട്രിയ ഈസ് പ്രസൻറ്റ്. ലേറ്റർ സ്റ്റേജസിൽ നമുക്ക് കാണാം ഇറ്റ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ് ഇൻ ടു ദ മിഡിൽ പീസ്. ഓക്കെ. ഈ മൈറ്റോകോൺട്രിയാണ് സ്പേംസിൻ്റെ മൊബിലിറ്റിക്ക്, മൂവ്മെൻറ്റിന് എനർജി കൊടുക്കുന്നത്. ദെൻ സെൻട്രിയോൾ ഉണ്ട്. സെൻട്രിയോൾ ലേറ്റർ ഇറ്റ് ഫോംസ് ദ ഫ്ലെജെല്ലം. ആൻഡ് ഈ ഫ്ലെജെല്ലത്തിൻ്റെ മോട്ടോർ പ്രോട്ടീൻ, ഫ്ലെജെല്ലം മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആ പ്രോട്ടീൻ്റെ പേരാണ് ആക്സോനിം, വിച്ച് ഈസ് ഫോംഡ് ഫ്രം ദ മൈക്രോട്യൂബ്യൂൾസ് composed from the centriole. Okay. അപ്പോൾ ഈ ന്യൂക്ലിയസും ഗോൾഗി അപ്പാറ്റസും ഫോംസ് ദ anterior region of the sperm and ഈ centriole ആണ് it forms the posterior region of the sperm. ഈ ടെയിലൊക്കെ ഫോം ചെയ്യുന്ന ഈ centriole ആണ്. ഓക്കെ. ഇനി എഗ്ഗിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പുറമേ ഒരു ജെല്ലി ലെയർ ഉണ്ട്. ദെൻ ഔട്ടർ എൻവലോപ്പ്, ഈ സെല്ലിൻ്റെ പുറത്തുള്ളൊരു എൻവലോപ്പ് സോണ പെല്ലുസിഡ, കൊറോണ റേഡിയേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഒരു വിറ്റലൻ എൻവലോപ്പ് ഉണ്ട്. ഒരു സ്പേം വന്ന് എഗ്ഗിനകത്ത് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ലെയേഴ്സ് എല്ലാം ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എഗ്ഗിൻ്റെ സെൽ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ദെൻ സെൽ മെംബ്രെയിൻ ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിനകത്ത് കോർട്ടിക്കൽ ഗ്രാനുൾസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ആൻഡ് ന്യൂക്ലിയസ്. മൂവിങ് ടു ദ സ്റ്റെപ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ. Mainly 5 steps are the chemo attraction of the sperm to the egg by soluble molecules secreted by the egg, the exocytosis of the sperm acrosomal vesicle to release its enzymes. First, sperm chemo attraction വഴി, chemotaxis ഒരു കെമിക്കൽ ഗ്രേഡിയൻ്റ് ആണ്. ആ ഒരു കെമിക്കൽ മോളിക്യൂൾസ് വഴി സ്പേംസ് എഗ്ഗിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ. ദെൻ ഈ എഗ്ഗിൻ്റെ അടുത്ത് കോണ്ടാക്റ്റിൽ വന്ന സ്പേംസിൻ്റെ അക്രോസോമൽ വെസിക്കിൾസിൽ എക്സോസൈറ്റോസിസ് അത് പൊട്ടിയിട്ട് ആ ഒരു കണ്ടൻറ്റ് റിലീസ് ചെയ്യും. ഈ എൻസൈംസ് ഒക്കെ റിലീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ റിലീസ് ചെയ്യുമ്പോൾ ഈ എഗ്ഗിൻ്റെ പുറമേയുള്ള ലെയേഴ്സ് സോണ പെലൂസിഡ, വിറ്റലൈൻ മെംബ്രെയിൻ എല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഈ സ്പേംസ് എഗ്ഗിൻ്റെ അകത്തോട്ട് കയറിയിട്ട് എഗ്ഗിൻ്റെ സെൽ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ. ദ പാസേജ് ഓഫ് ദ സ്പേം through this extracellular matrix, fusion of egg and sperm cell membrane. ഓക്കെ. ദെൻ പിന്നെയാണ് എഗ്ഗിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കുവാണെങ്കിൽ സിയാർച്ചിൻസിൻ്റെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്.
സീ അർച്ചിൻസിൻ്റെ സ്പേംസ് ഡയറക്റ്റ്ലി അക്വാട്ടിക് എൻവയോൺമെൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. സോ സീ വാട്ടറിലോട്ട് ഡയറക്റ്റ്ലി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, റിലീസ് ചെയ്യുമ്പോൾ ഒരു ഡൈല്യൂട്ട് കോൺസെൻട്രേഷനാണ്. അതുപോലെ ഒത്തിരി സ്പേംസ് നമുക്ക് സീ വാട്ടറിൽ കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് അത് ആ ഒരു സ്പീഷ്യസിൻ്റെ തന്നെ എഗ്ഗിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒരു ഫ്യൂഷൻ നടക്കുന്നത്? അപ്പോൾ ഈ മെക്കാനിസംസ് നമുക്ക് 2 രീതിക്ക് സോൾവ് ചെയ്യാം. സ്പീഷ്യസ് സ്പെസിഫിക് സ്പേം അട്രാക്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീ അർച്ചിൻസിൽ തന്നെ ഒരു സ്പീഷ്യസാണ് എർബാസിയ പുങ്ക്റ്റുലാറ്റ. ഓക്കെ, അത് റിലീസ് ചെയ്യുന്ന റീസാക്ട് എന്ന് പറയുന്ന മോളിക്യൂൾസ് അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റീസാക്ട് എന്നിട്ട് ഈ സെയിം സ്പീഷ്യസിൻ്റെ സ്പേംസിൽ കാണുന്ന റീസാക്ട് റിസപ്റ്ററിൽ ചെന്നിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. ഈ റീസാക്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് സ്പീഷ്യസ് സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്പീഷ്യസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്പേം അട്രാക്ഷൻ, സ്പേംസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എഗ്ഗ് റിലീസ് ചെയ്യുന്നതാണ് റീസാക്ട് മോളിക്യൂൾസ്. ഓക്കെ, ഇതിൻ്റെ റിസപ്റ്റേഴ്സ് ആ സ്പീഷ്യസിൽ മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ സ്പീഷ്യസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്പേം ആക്ടിവേഷൻ, കുറച്ച് ബൈൻഡിങ് മോളിക്യൂൾസ്. ഇപ്പോൾ അത് സ്പേം ചെന്നിട്ട് എഗ്ഗിൽ ബൈൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഈ സ്പീഷ്യസിൽ കാണുന്ന ആ പ്രോട്ടീൻസാണ് ബൈൻഡിങ്, ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അത് ഇതിൽ മാത്രമേ സ്പീഷ്യസ് സ്പെസിഫിക് ആയിരിക്കും. അങ്ങനെ കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്സ് നോക്കുമ്പോൾ ഇത് ഫെർട്ടിലൈസേഷൻ ബാക്കി നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് സ്പേം അട്രാക്ഷൻ, ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ സീ വാട്ടറിൽ എവിടെയെങ്കിലും ഈ സ്പേംസ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പേംസ് കറക്റ്റ് അതിൻ്റെ സ്പീഷ്യസിലെ എഗ്ഗായിട്ട് തന്നെ അതിന് ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ്? ബൈ chemotaxis. The mechanism of chemotaxis differ among species and the chemotactic molecules are different even in closely related species. ഇപ്പോൾ സീ അർച്ചിൻസ് തന്നെ നോക്കുവാണെങ്കിൽ ഒത്തിരി സ്പീഷ്യസ് ഉണ്ട്. അവരെത്ര റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഈ റിലീസ് ചെയ്യുന്ന കീമോടാക്റ്റിക് മോളിക്യൂൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീ അർച്ചിനിലൊരു സ്പീഷ്യസ് ആണ് എർബേസിയ പുങ്ക്റ്റുലാറ്റ. ഇത് റീസാക്ട് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 14 എമിനോ ആസിഡ് പെപ്റ്റൈഡാണിത്. ഈ എഗ്ഗിൻ്റെ എഗ് ജെല്ലിയാണിത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്നിട്ട് സീ വാട്ടറിലോട്ട് ഡിഫ്യൂസ് ആവും. ഈ സ്പേംസ് എന്ന് പറയുന്നത് ടെസ്റ്റിസിനകത്ത് മൊട്ടയിലായിരിക്കില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സീ അർച്ചിൻസിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ആണ് ടെസ്റ്റിസിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ pH ലോ ആയിരിക്കും, 7.2 ആയിരിക്കും ടെസ്റ്റിസിൻ്റെ അകത്ത് ഉണ്ടാവുക. വെൻ ദ സ്പേംസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് 7.2 pHൽ നിന്നും 7.6 ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഡൈനിൻ ATPase ആക്ടിവേറ്റ് ആവും. ATPase എന്ന് പറഞ്ഞാൽ ATPനെ സ്പ്ലിറ്റ് ചെയ്യാൻ. സോ എനർജി ഉണ്ടാവും. എനർജി ഉണ്ടാവുമ്പോൾ എന്താ, ഫ്ലെജല്ല മൂവ് ചെയ്യാനുള്ള എനർജി കൊടുക്കും. അങ്ങനെയാണ് സ്പേംസ് മൊട്ടയിലാവുന്നത്. ഓക്കെ, ഇത് മൂവ്മെൻറ്റിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. റാൻഡംലി റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് എഗ്ഗിനെ അതിന് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീസാക്ട് ഉള്ളത്. ഓക്കെ, അപ്പം ഈ റീസാക്ട് എന്നിട്ട് സ്പേമിൻ്റെ സൈറ്റോപ്ലാസ്മിക് സൈഡിലുള്ള എക്സ്ട്രാ സെല്ലുലർ സൈഡിലുള്ള റിസപ്റ്റേഴ്സായിട്ട് എന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ സൈറ്റോപ്ലാസ്മിക് സൈഡിലുള്ള ഗ്വാനൈൽ സൈക്ലേസ് ആക്ടിവിറ്റി കൂടും. ഇറ്റ് ആക്ടിവേറ്റ്സ് ദ ഗ്വാനൈൽ സൈക്ലേസ് ആക്ടിവിറ്റി. അപ്പോൾ ഗ്വാനൈൽ സൈക്ലേസ് ആക്ടിവിറ്റി കൂടുമ്പോൾ സൈക്ലിക് GMP ഉണ്ടാവുന്നതും കൂടും. ദിസ് കോസസ് ദ സ്പേം സെൽ ടു മേക്ക് മോർ സൈക്ലിക് GMP. അപ്പോൾ GMPയുടെ അളവ് കൂടുമ്പോൾ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആവും ആൻഡ് ദർ വിൽ ബി ആൻ ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം അയേൺസ്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ആ ഒരു എങ്ങോട്ട് സ്പേംസ് മൂവ് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷണൽ ക്യൂ നൽകുന്നത് ഈ റിസാക്ട് മോളിക്യൂൾസ് ആണ്. സോ നമുക്ക് പറയാം റിസാക്ട് ആക്ട് ആസ് സ്പേം അട്രാക്റ്റിംഗ് പെപ്റ്റൈഡ്, കാരണം ആ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ആൽസോ ഇറ്റ് ആക്ട് ആസ് സ്പേം ആക്ടിവേറ്റിംഗ് പെപ്റ്റൈഡ്, കാരണം ഈ കാൽഷ്യം അയോൺസ് കൂടുമെന്ന് പറഞ്ഞു. കാൽഷ്യം അയോൺസ് കൂടുമ്പോൾ മൈറ്റോകോൺഡ്രിയൽ ATP ജനറേഷൻ അപ്പാരറ്റസ് ആക്ടിവേറ്റ് ആവും. സോ മൈറ്റോകോൺഡ്രിയൽ റെസ്പിറേഷൻ ഇൻക്രീസ് ആവും. ആൽസോ സ്പേം മോട്ടിലിറ്റി ഇൻക്രീസ് ആവും. സ്പേം മോട്ടിലിറ്റി എങ്ങനെ ഇൻക്രീസ് ആവുന്നത്? ഈ ഡൈനിൻ ATPase ആക്ടിവേറ്റ് ആവും. സോ അവിടെ ATP സ്പ്ലിറ്റായിട്ട് ആ ഒരു
എനർജി കൊടുക്കും. ഓക്കെ, അപ്പോൾ സ്പേം അട്രാക്റ്റിംഗ് പെപ്റ്റൈഡും സ്പേം ആക്ടിവേറ്റിംഗ് പെപ്റ്റൈഡും. സ്പേം ആക്ടിവേറ്റിംഗ് പെപ്റ്റൈഡ് എന്ന് പറയാൻ കാരണം മൈറ്റോകോൺഡ്രിയൽ റെസ്പിറേഷനും സ്പേം മോട്ടിലിറ്റിയും ഇൻക്രീസ് ആവും. എഗ്ഗ് റിലീസ് ചെയ്ത റീസാക്ട് വന്ന് സ്പേമിൻ്റെ റിസപ്റ്ററിൽ, ഓക്കെ, റിസാക്ട് റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യും. സോ ഗ്വാനൈൽ സൈക്ലേസ് ആക്ടിവേറ്റ് ആയിട്ട് ഇറ്റ് ഫോംസ് മോർ സൈക്ലിക് GMP. സോ കാൽഷ്യം ചാനൽസ് ആക്ടിവേറ്റ് ആയിട്ട് അകത്തോട്ട് സൈറ്റോപ്ലാസത്തിലോട്ട് കാൽഷ്യം അയോൺസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ അതൊരു സ്പേംസിന് എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷൻ കൊടുക്കും. അടുത്തത് അക്രോസോം റിയാക്ഷൻ. അക്രോസോം റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സ്പേംസിന് ഒരു ഡയറക്ഷൻ കിട്ടി, ഇനി സ്പേം എഗ്ഗിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്ത് ആ ഒരു എഗ്ഗായിട്ട് അല്ലെങ്കിൽ സോണ പെല്ലൂസിഡേ ആയിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ എക്സോസൈറ്റിക് പ്രോസസ്സ് നടക്കും. സ്പേംസിൻ്റെ അക്രോസോം വെസിക്കിൾസ് പൊട്ടിയിട്ട് ആ ഒരു കണ്ടൻറ്റ്, അതിലുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അക്രോസോം റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ഫ്യൂഷൻ ഓഫ് ദ അക്രോസോം വെസിക്കിൾ വിത്ത് ദ സ്പേം സെൽ മെംബ്രെയിൻ. ഈ അക്രോസോം വെസിക്കിൾ സ്പേമിൻ്റെ സെൽ മെംബ്രെയിനായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എക്സോസൈറ്റോസിസ് നടന്ന് ആ കണ്ടൻസിനെ റിലീസ് ചെയ്യും. സെക്കൻഡ്, ദ എക്സ്റ്റൻഷൻ ഓഫ് ദ അക്രോസോമൽ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇനിസിയേഷൻ നടക്കുന്നത്? നമ്മൾ പറഞ്ഞു, അടുത്ത് വന്നു പൊട്ടും എന്നുള്ള കഥയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെയാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് അക്രോസോമൽ മെംബ്രെയിനും സ്പേമിൻ്റെ സെൽ മെംബ്രെയിനായിട്ടും അവരൊരു ഫ്യൂഷൻ നടന്നു എന്ന് പറഞ്ഞു. ഇനി ഈ എഗ്ഗിൻ്റെ പുറമേ സൾഫേറ്റ് കണ്ടെയ്നിങ് പോളിസാക്രൈഡ്സ് ഉണ്ട്. ഇത് ചെന്നിട്ട് സ്പേംസിൻ്റെ റിസപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇത് സ്പീഷ്യസ് സ്പെസിഫിക് ആണ്. എല്ലാ സ്പീഷ്യസിലും ഇപ്പോൾ സീക്വൻസസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അറബേസിയ പങ്ക്റ്റുലേറ്റയുടെ കേസ് പറയുകയാണെങ്കിൽ ഇതിലുള്ള സൾഫേറ്റ് കണ്ടെയ്നിങ് പോളിസാക്രൈഡ്സ് ഉണ്ടാവുമല്ലോ ഈ എഗ്ഗിലുള്ളത്, അത് ഈ സെയിം സ്പീഷ്യസിൻ്റെ സ്പേമിൽ ചെന്ന് മാത്രമേ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു പ്രോട്ടീൻ്റെ പേരാണ് ബൈൻഡിൻ, BINDIN, ബൈൻഡിൻ. അപ്പോൾ സൾഫേറ്റ് കണ്ടെയ്നിങ് പോളിസാക്രൈഡ്സ് ബൈൻഡ് ടു ദ റിസപ്റ്റേഴ്സ്. ഇതിൻ്റെ പ്രോട്ടീൻ സീക്വൻസസ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് സ്പീഷ്യസ് സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റ് വന്നതിന് ശേഷമാണ് അക്രോസോം വെസിക്കിൾസ് എക്സോസൈറ്റോസിസ് നടന്ന് അതിനകത്തുള്ള കണ്ടൻസ് എല്ലാം റിലീസ് ചെയ്യും. അതിലെന്തൊക്കെ ഉണ്ടാവും? പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ടാവും, പ്രോട്യൂസോംസ് ഉണ്ടാവും, പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കോംപ്ലക്സ്. എന്നിട്ട് ഈ എഗ്ഗിൻ്റെ പുറമേ ഉള്ള ആ ഒരു ജെല്ലിക്കോട്ടിനെ ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ജെല്ലിക്കോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ, വിറ്റലൈൻ മെംബ്രെയിൻ ഉണ്ട്, വിറ്റലൈൻ എൻവലോപ്പിനെയും അത് ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരു എക്രോസോമൽ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ദ എക്രോസോമൽ പ്രോസസ്സ്. ആക്റ്റിൻ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ സ്പേമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ. ഈ ആക്റ്റിൻസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു എക്രോസോമൽ പ്രോസസ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എക്രോസോമൽ മെംബ്രെയിൻ. സ്പേംസിൻ്റെ സെൽ മെംബ്രെയിനും എക്രോസോമൽ മെംബ്രെയിനും കൂടി ഇവിടെ ഒരു ഫ്യൂഷൻ നടക്കും. ഓക്കെ, ഫ്യൂഷൻ നടന്നിട്ട് ഇത് പൊട്ടിക്കഴിയുമ്പോൾ എക്രോസോമൽ കണ്ടൻറ്റ് റിലീസ് ചെയ്യും. ദ ആക്റ്റിൻ മോളിക്യൂൾസ് കണ്ടോ എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു എക്രോസോമൽ പ്രോസസ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറമേ ബൈൻഡിൻ മോളിക്യൂൾസ് കാണാൻ പറ്റും. ഈ ബൈൻഡിൻ ചെന്നിട്ടാണ് എഗ്ഗിലുള്ള ആ ഒരു സൾഫേറ്റ് കണ്ടെയ്നിങ് പോളിസാക്രൈഡ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സ്പേംസ് എഗ്ഗിൻ്റെ അടുത്തെത്തി ഇത് അക്രോസോം റിയാക്ഷൻ, ഇത് പൊട്ടി. ഈ ഒരു എക്സ്റ്റൻഷൻ കണ്ട അക്രോസോമൽ പ്രോസസ്സ് വഴി അക്രോസോമൽ കണ്ടൻസ് റിലീസ് ചെയ്ത് ജെല്ലി ലെയർ ഡൈജസ്റ്റ് ചെയ്ത് വിറ്റലൈൻ എൻവലോപ്പായിട്ടും അത് ബൈൻഡ് ചെയ്തിട്ട് അവിടെ ഡൈജഷൻ നടന്നു. സോ ഇനി എന്താ, ഇനി സിമ്പിളായിട്ട് ഈ ഒരു സ്പേമിൻ്റെ മെംബ്രെയിനും എഗ് മെംബ്രെയിനായിട്ട് ഇനി ഫ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഫ്യൂഷൻ ഓഫ് ദ എഗ് ആൻഡ് ദ സ്പേം സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ ആക്റ്റിൻ്റെ പോളിമറൈസേഷൻ നടക്കും. ആക്റ്റിൻ പോളിമറൈസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ കോൺ ഫോം ചെയ്യും.
The actin from the gametes form a connection that widens the cytoplasmic bridge between the അപ്പോൾ ഒരു കോൺ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു ഗമേറ്റ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് ഒന്നും കൂടി വൈഡൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വൈഡ് ആവുമ്പോൾ ഈ സ്പേം ന്യൂക്ലിയസും അതിൻ്റെ ടെയിലും ഈ ബ്രിഡ്ജ് വഴി എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലോട്ട് എൻറ്റർ ചെയ്യും. ഇപ്പോൾ മാമൽസിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ സ്പേംസിൻ്റെ ന്യൂക്ലിയസ് മാത്രമായിരിക്കും എൻറ്റർ ചെയ്യുന്നത്. പക്ഷേ സിയാർച്ചൻസിൻ്റെ കേസിൽ ഓൾ റീജിയൻസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ആർ കേപ്പബിൾ ഓഫ് ഫ്യൂസിങ് വിത്ത് സ്പേം. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്യൂസോജനിക് പ്രോട്ടീൻസ് ഇവിടെ ബൈൻഡിനാണ് ഫ്യൂസോജനിക് ആ ഒരു ഫ്യൂഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോളിസ്പെർമി എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഓഫ് മൾട്ടിപ്പിൾ സ്പേം. ഇപ്പോൾ സിയാർച്ചൻസിൻ്റെ കേസാണെങ്കിലും മാമൽസിൻ്റെ കേസസിലൊക്കെ ആണെങ്കിലും ഒരു ഒറ്റ സ്പേമേ എൻറ്റർ ആവുള്ളൂ. ആ ഒരു സ്പേം എൻറ്റർ ചെയ്ത് ആ ഒരു ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ബ്ലോക്കാവും, വേറെ ഒറ്റ സ്പേംസിനും എൻറ്റർ ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെയാണ്, എന്ത് മെക്കാനിസത്തിലൂടെയാണ് ഇതവർ നടപടിയാക്കുന്നത്? അപ്പോൾ രണ്ട് മെക്കാനിസം ഉണ്ട്. ഒന്ന് ഫാസ്റ്റ് ബ്ലോക്ക് ആൻഡ് സ്ലോ ബ്ലോക്ക്. ഫാസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെംബ്രെയിൻ്റെ ആ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതിൽ ചേഞ്ച് വന്നിട്ടാണ് ഫാസ്റ്റ് ബ്ലോക്ക് നടക്കുന്നത്. ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. ദെൻ സ്ലോ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലി, അതായത് ഈ ഫാസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് സ്ലോ ബ്ലോക്ക്. അത് പെർമനൻ്റ് ആയിരിക്കും. ഇനി ഫാസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ടെമ്പററി ആണ്, ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. ഒരു സ്പേം വന്ന് എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ സഡനായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഒരു 1 to 3 സെക്കൻഡ്സിൽ നടക്കും ഇത്. അപ്പോൾ ഇതിലെന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് ബാരിയറാണ്. ഇപ്പോൾ സീ വാട്ടർ എന്തായിരിക്കും, വിൽ ബി ഹൈ ഇൻ സോഡിയം കോൺസെൻട്രേഷൻ ആൻഡ് നമ്മുടെ എഗ് സൈറ്റോപ്ലാസത്തിൽ കുറച്ച് സോഡിയം കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എന്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും? പൊട്ടാഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സെലക്റ്റീവ് ബാരിയറാണ്. അപ്പോൾ ഈ സ്പേം വന്ന് എഗ്ഗിലോട്ട് എൻറ്റർ ആയി കഴിയുമ്പോൾ അവിടെ ഒരു സഡൻ ഈ സോഡിയം അയൺസ് പെട്ടെന്നൊന്ന് എഗ്ഗിൻ്റെ അകത്തേക്ക് കയറും. അപ്പോൾ എഗ്ഗിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഈ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -70 എന്നുള്ളതിൽ നിന്ന് -70 to +20 മൈക്രോവോൾട്ടിലോട്ട് ഒരു ഷിഫ്റ്റ് നടക്കും. ഓക്കെ, അപ്പോൾ ദിസ് ചേഞ്ച് ഇസ് കോസ്ഡ് ബൈ എ സ്മോൾ ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയൺസ് ഇൻ ടു ദ എഗ്. അപ്പോൾ സ്പേം ക്യാൻ ഫ്യൂസ് വിത്ത് മെംബ്രെയിൻ ഹാവിങ്, ഈ സ്പേംസിന് -70 എന്ന് പറയുന്ന റെസ്റ്റിംഗ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ -70 മൈക്രോവോൾട്ടിലുള്ള മെംബ്രെയിൻ ആയിട്ട് മാത്രമേ ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ -70 നിന്ന് +20 പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ബാക്കി വരുന്ന സ്പേംസിന് ഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് ഒരു ഫാസ്റ്റ് ബ്ലോക്കാണ്. ഒരു സ്പേം എൻറ്റർ ആയി കഴിഞ്ഞ് അപ്പം തന്നെ ഒരു 1 to 3 സെക്കൻഡ്സിനകത്ത് തന്നെ നടക്കുന്ന ഒരു മെക്കാനിസമാണിത്. ഇനി നെക്സ്റ്റ് ആണ് സ്ലോ ബ്ലോക്ക്. സ്ലോ ബ്ലോക്ക് എന്ന് പറയുന്നത് പോളിസ്പെർമി ഒരു ഫാസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1 മിനിറ്റ് വരേക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സ്ലോ ബ്ലോക്ക് നടക്കുന്നുണ്ട്. ഇത് പെർമനൻ്റ് ആണ്. അപ്പോൾ ഇതിലെന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സ്റ്റോർഡ് ആയിട്ടുള്ള കാൽഷ്യം അയൺസ് റിലീസാവും accomplished by the cortical granule reaction, a slower mechanical block to polyspermy that becomes active about a minute after the first successful sperm egg fusion. Okay, അപ്പോൾ ഇത് കാൽഷ്യം മീഡിയേറ്റഡ് ആണ്. കാരണം എന്താ, കാൽഷ്യം അയൺസ് റിലീസ് ആവുമ്പോൾ കോർട്ടിക്കൽ ഗ്രാനുൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കോർട്ടിക്കൽ ഗ്രാനുൾസ് പൊട്ടും, എക്സോസൈറ്റോസിസ് നടക്കും. അപ്പോൾ അതിനകത്തുള്ള എൻസൈംസ് എല്ലാം ഇത് റിലീസ് ചെയ്യും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ പറയുന്നത് കോർട്ടിക്കൽ റിയാക്ഷൻ. ഇത് എങ്ങോട്ടേക്കാണ് റിലീസ് ചെയ്യുക? ഇൻ ടു ദ പ്രീ വിറ്റലൈൻ സ്പേസ്, നമ്മുടെ എഗ് മെംബ്രെയിൻ്റെയും വിറ്റലൈൻ മെംബ്രെയിൻ്റെയും ഇടയിലോട്ടാണിത് റിലീസ് ചെയ്യുക. ഓക്കെ, ഈ എൻസൈംസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ
സോണ പെല്ലുസൈഡയിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ സ്പേം വന്ന് സ്പേമിൻ്റെ ബൈൻഡിങ് പ്രോട്ടീൻസ് വന്നിട്ട് ഫ്യൂസോജനിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബൈൻഡിങ് പ്രോട്ടീൻസ് വന്നിട്ട് ഫ്യൂസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ റിസപ്റ്റേഴ്സിനെ മോഡിഫൈ ചെയ്യുമ്പോൾ സ്പേംസിന് വന്ന് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഇതിനെയാണ് നമ്മൾ സ്ലോ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റാണ് മെക്കാനിസം ഓഫ് എഗ് ആക്ടിവേഷൻ. ഇപ്പം നമ്മൾ മെംബ്രെയിൻ ഫ്യൂസ് ചെയ്ത് ഫ്യൂഷൻ വരെ കഴിഞ്ഞു, ഇനി ആക്ടിവേഷൻ നടക്കണം. ഇതെങ്ങനെയാണ് ആക്ടിവേഷൻ നടക്കുക? അപ്പോൾ സ്പേംസ് വന്ന് കോണ്ടാക്ട് ചെയ്ത് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ആവും. ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ SRC ഫാമിലി ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റ് ആവും. ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ ഈ കാൽഷ്യം റിലീസാണ് കഥയൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ കാൽഷ്യം റിലീസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ IP3 വേണം, ഈ നോസിറ്റോൾ 1,4,5 ട്രിസ്ഫോസ്ഫേറ്റ് ഇതുണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം റിലീസ് ആവുള്ളൂ. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റ് അതായത് PIP2 സ്പ്ലിറ്റ് ആയിട്ട് IP3 ആൻഡ് ഡൈഗ്ലിസറാൽഡിഹൈഡ് ഓക്കെ ഇത് ഉണ്ടാക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഓക്കെ, സ്പേംസ് വന്ന് ബൈൻഡ് ചെയ്ത് ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഓക്കെ, ഈ റിയാക്ഷൻസിന് നമുക്ക് രണ്ട് റെസ്പോൺസ് ആയിട്ട് പറയാം. ഏർലി റെസ്പോൺസ് ഉണ്ട്, ലേറ്റ് റെസ്പോൺസ് ഉണ്ട്. ഏർലി റെസ്പോൺസിൽ വരുന്നതാണ് ഈ സോഡിയം ഇൻഫ്ലക്സ്. നമ്മുടെ സ്പേംസ് വന്ന് എൻ്ററായി കഴിയുമ്പോൾ സോഡിയം അകത്ത് കയറി മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മാറിയ ഫാസ്റ്റ് ബ്ലോക്ക് നടക്കുന്നത്. ഈ സോഡിയം ഇൻഫ്ലക്സ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഫാസ്റ്റ് ബ്ലോക്ക് ഓക്കെ. ഇനി ലേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നതാണ് ഈ DNA റെപ്ലിക്കേഷൻ കാര്യങ്ങൾ. നമ്മുടെ എഗ് മെറ്റാബോളിസം ആക്ടിവേറ്റ് ആവും. എഗ്ഗിൽ ഈ ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ അറസ്റ്റ് ചെയ്തേക്കുക. കുറേ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻഹിബിറ്റേഴ്സിനൊക്കെ റിലീസ് ചെയ്ത് mRNA ട്രാൻസ്ലേറ്റ് ആവും, ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, ക്ലീവേജ് നടക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ലേറ്റ് റെസ്പോൺസിൽ നടക്കുന്നത്. അപ്പോൾ അത് വെറുതെ ഇല്ല, നടക്കില്ല. അപ്പം ഈ മെംബ്രെയിൻ ഫ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈനേസ് എൻസൈമിൽ ഒരു സ്റ്റിമുലേഷൻ വരും. അപ്പോൾ ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റ് ആവും. ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് IP3 പ്രൊഡ്യൂസ് ചെയ്യും, ഡൈഎസൈൽ ഗ്ലിസറോൾ പ്രൊഡക്ഷനും നടക്കും. ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ PIP2 ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് IP3 ആൻഡ് DAG. ഇനി IP3യിൽ നിന്നാണ് കാൽഷ്യം റിലീസ് വരുന്നത്. ഓക്കെ, IP3 പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് കാൽഷ്യം റിലീസ് ഉണ്ടാവുന്നത്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സ്റ്റോർഡ് ആയിട്ടുള്ള കാൽഷ്യം എല്ലാം റിലീസാവും. ഇനി IP3 പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ആണെങ്കിൽ അവിടെ കാൽഷ്യം ഇൻക്രീസ് അല്ലെങ്കിൽ കാൽഷ്യം റിലീസ് ഉണ്ടാവില്ല. അപ്പോൾ ഡൈഎസൈൽ ഗ്ലിസറോൾ പ്രൊഡക്ഷൻ വരുമ്പോൾ അവിടെ പ്രോട്ടീൻ കൈനേസ് C ആക്ടിവേറ്റ് ആവും. ദർ വിൽ ബി എ എക്സ്ചേഞ്ച് ഓഫ് സോഡിയം ഫോർ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ H+ കൂടുമ്പോൾ pH കൂടും. pH കൂടുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ കാൽഷ്യം റിലീസ് അതുകൂടി വരുമ്പോൾ കാൽഷ്യം കൂടി വരുമ്പോൾ അവിടെ പ്രോട്ടീൻ സിന്തസിസ്, DNA റെപ്ലിക്കേഷൻ, സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്സ് ഓഫ് മോർഫോജനിക് മെറ്റീരിയൽസ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കും. ഇനി കാൽഷ്യം റിലീസ് നടക്കുമ്പോൾ തന്നെ കോർട്ടിക്കൽ ഗ്രാനുൽ എക്സോസൈറ്റോസിസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാൽഷ്യം ഇൻക്രീസ് വരുമ്പോൾ അവിടെ ആ ഒരു ചേഞ്ച് വരുന്നത്, റിസെപ്റ്റേഴ്സിൽ ചേഞ്ച് വന്നിട്ട് സ്ലോ ബ്ലോക്ക് നടക്കും. അതുപോലെ തന്നെ ഹൈലിൻ ലെയർ ഫോം ചെയ്യും. ഇനി NAD+ കൈനേസ് ആക്ടിവേറ്റ് ആവും. സോ NAD+ NADP+ലോട്ട് കൺവേർട്ട് ആവും. ഈ NAD+ എന്ന് പറയുന്നത് ലിപ്പിഡ് മെറ്റാബോളിസത്തിന് അത്യാവശ്യമാണ്. കാരണം ഇറ്റ് ആക്ട് ആസ് എ കോ എൻസൈം ഫോർ ദ ലിപ്പിഡ് ബയോസിന്തസിസ്. അപ്പോൾ ലിപ്പിഡ്സ് മെംബ്രെയിനിലുള്ളതാണ്. സോ NAD+ എന്തിനു വേണ്ടിയാണ്? NAD+ കൈനേസ് ആക്ടിവേറ്റ് ആവും. NADP+ ആയിട്ട് മെംബ്രെയിൻ ബയോസിന്തസിസ് നടക്കും. അതുപോലെ തന്നെ
സൈക്ലിൻ ആൻഡ് MAP കൈനേസ് മാപ്പ് കൈനേസിൻ്റെ ഡീഗ്രഡേഷൻ നടക്കും. ഈ ഫോസ്ഫോറൈലേറ്റഡ് ആയിരിക്കുന്ന ഈ മാപ്പ് കൈനേസ് ഒക്കെ ഫോസ്ഫോറൈലേറ്റഡ് ആയിരിക്കുവാണ്, അതിനെ അൺഫോസ്ഫോറൈലേറ്റഡ് ആക്കും. ഓക്കെ, ഇനാക്റ്റീവ് ആക്കും. അപ്പം ഇനാക്റ്റീവ് ആകുമ്പോൾ അവിടെ എന്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ DNA സിന്തസിസ് ഒക്കെ നടക്കാതിരിക്കാൻ കുറച്ച് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു എഗ് മെറ്റാബോളിസം ഓൾറെഡി അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഇൻഹിബിറ്റേഴ്സിനെല്ലാം തന്നെ അവിടെ നിന്ന് റിലീസ് ചെയ്യും. സോ അവിടെ ആ ഒരു ഡിവിഷൻ, മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ റീസ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫെർട്ടിലൈസേഷനെ പറ്റി പറയാനുള്ള 5 സ്റ്റെപ്സ് പറഞ്ഞു. ഫസ്റ്റ്, കീമോടാക്സിസ് വഴി സ്പേംസ് അട്രാക്റ്റ് ആവുന്നത്. ദെൻ ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വിറ്റലൈൻ മെംബ്രെയിൻ. അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ എഗ്ഗിൻ്റെ പുറമേ കാണുന്ന ലെയേഴ്സിനെല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ട് സ്പേം എഗ്ഗിൻ്റെ അകത്തോട്ട് കയറും. ദെൻ അവിടെ സെൽ മെംബ്രെയിൻസ് തമ്മിൽ ഫ്യൂഷൻ നടക്കും. ഫ്യൂഷൻ നടക്കുമ്പോൾ പിന്നെന്താ, പോളിസ്പെർമി പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ദെൻ എഗ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആവുന്നത്, എഗ് മെറ്റാബോളിസം ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ കാര്യം പറഞ്ഞു. താങ്ക് യു.